ആറ്റിറ്റ്യൂഡ് അല്ല ആറ്റിറ്റ്യൂഡ്. പതിനഞ്ച് മിനിറ്റ് ആര് തോമസ് എന്നെ വിളിച്ചാ മതി. അയാള് തുടങ്ങി. അയാളെ ഞാൻ പറഞ്ഞു. ഹോണ്ടൈ കാറും ഹോണ്ടയുടെ കാറും എന്തോ പറയുന്നത് ടെക്നോളജി ടെക്നോളജി യൂറോപ്യൻ ടെക്നോളജി. അല്ല നീ എന്തൊക്കെ പോയി ചോദിച്ചത്? നമ്മള് കിട്ടാത്ത കമ്പനിയും ചേട്ടാന്ന് ചോദിച്ചതാണ്. ഇതുപോലെ പ്രശ്നമാണ് ഇവിടെ കാര്യമില്ലല്ലോ. എഞ്ചിന്റെ പേരോട് പറയാൻ തുടങ്ങി. തോമസ് മാസ്റ്റർ എന്താണ് പറഞ്ഞു അത് പറഞ്ഞല്ലേ? ഒന്ന് പറഞ്ഞു വിക്കണല്ലേ തോമസ് മാസ്റ്റർ ആരാന്നല്ലേ? PC ഉഗ്രൻ കമ്പോസറാണ്. ഫിലിമിലൊക്കെ ഭയങ്കര നല്ല മലയാളം പാട്ടുള്ള കമ്പോസർ. ഭയങ്കര ഇതാണ്. അയ്യോ ഫോൺ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാർ വേറെ എന്തൊക്കെ വിചാരിക്കും. എൻ്റെ അടുത്തൊന്നും ഇതൊക്കെ ഉണ്ടാവും മനസ്സിലായോ? പിന്നെ പെപ്പർ സ്പ്രേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഹീല പോലെ ആ സംഭവം ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ അടിക്കുക. ഹൈറ്റ് ഫിസിക്സ് തുടങ്ങിയില്ല നിങ്ങൾക്ക്? മതിയായി. ഏതോടാം റിമൈൻഡ് ചെയ്തിരുന്നു പ്ലീസ്. ഇപ്പൊ 24 ഡയറക്ഷനായി. ആ തുടങ്ങിയല്ലേ? ചോദിക്കാനല്ലേ എടുത്തതില്ലല്ലോ കാര്യം. ഞാൻ എന്തെങ്കിലും എന്നെ പഠിച്ചൊന്നും എനിക്കല്ലേ ആണല്ലോ. ഞാൻ എന്നെ പഠിച്ചതൊന്നും ചോദിക്കാൻ പറ്റില്ല മതി. ആ ഒന്ന് വിഷയല്ലേ? ഞാൻ എൻ്റെ പുതിയ സ്കൂളിൽ ചേർന്നിട്ടേ ഞങ്ങള് എത്ര പേരുണ്ടോ? 8 പേരുണ്ടോ? 7 പേരുണ്ടോ? നമ്മുടെ ചാൻസ് 7 പേരുണ്ടോ? അപ്പോൾ ടീച്ചർമാര് തുടക്കത്തിലൊക്കെ ഭയങ്കര അല്ല, ഞാൻ പുതിയ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ടീച്ചർമാർക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു അത് ഞാൻ നന്നായി പഠിക്കുന്നതൊക്കെ. അപ്പോൾ ആദ്യം ടെസ്റ്റ് വെച്ചു 8 മണിക്ക് ക്ലാസ് മൊത്തം ഫെയിൽ. ക്ലാസ് ഫെയിലാണ്. ശരി ഒന്ന് പോട്ടെ. അങ്ങനെ ഒരു 8 മൊത്തം ടെസ്റ്റ് വെച്ചു. 8 മൊത്തം ഫെയിൽ. ഞങ്ങൾ തോൽക്കുമ്പോൾ ഒറ്റയ്ക്ക് തോൽക്കില്ലേ? കൂട്ടുകാരെ തോൽക്കണ പോലെ മാർക്ക് പറയുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ കുറഞ്ഞു ടെസ്റ്റിംഗ് ഓർഡറിൽ വരാം. ബാൽശങ്കർ 7, രാഹുൽ 6, അവസാനം ഒരു പരീക്ഷയെ നടത്തണ്ടായി. ഞങ്ങൾക്കൊരു മോഡൽ എക്സാം പോലും ഉണ്ടായിരുന്നില്ല. അറിയോ? അത് ചോദിച്ചു ഞങ്ങളടുത്ത് മോഡല് വേണോ മക്കളേല്. ഒരു ചെക്കിനില്ലേ ഒരു ലോഗ് ബുക്ക് തരും നമുക്ക്. ലോഗ് ഉണ്ട് ലോഗുണ്ടല്ലേ? ഇവര് ലോഗ് ചെയ്തിട്ട് പാസ് ചെയ്യും. ആൻസറല്ലേ 28 അത് കോമൺ. ഞങ്ങൾ സ്കൂളിൽ തന്നെ ഉണ്ടെങ്കിലേ അവര് പറഞ്ഞു മെയിൻ എക്സാമിന് ലോഗ് ബുക്ക് തരാം. ഈ പരീക്ഷ ഒന്നും തരില്ല. എവിടത്തെ സ്കൂളിൽ പറഞ്ഞ പരീക്ഷ ഒന്നും തരില്ല. നടക്കില്ല സിസ്റ്റർ, നടക്കില്ല. സോറി മെയിനില് കിട്ടി. മെയിനില് ചോദിച്ചു വാങ്ങിച്ചു തായോ തായോ സാറോ. സ്കൂളില് തരില്ലെന്ന് പറഞ്ഞു. അതല്ല തന്ന വിചാരിട്ട് വെള്ളെടുത്ത അന്ന് മറ്റു സാധനം ഉണ്ടോ പാരഷൂട്ട്? അവസാനം ഞങ്ങൾക്ക് പരിശീലനല്ലേ. ഞങ്ങള് ബാക്കിയുള്ള ഞങ്ങൾക്ക് സെന്ററിലെ പരിശീലനം. അതായത് കുറേ സ്കൂളുകൾ വന്നിട്ട് ഒരു സ്കൂളിൽ വന്നിട്ട് പരിശീലനം, ഒരു 5-6 സ്കൂൾ വന്നിട്ട് ഒരു കോമൺ പ്ലേസ് വന്നിട്ട് പരിശീലനം. ഞങ്ങളുടെ സ്കൂളിൽ 7 പേരുള്ളൂ. കൂടുതലായിട്ട് ഒരു കാറിലൊക്കെ ഇറങ്ങി പോകും. ബാക്കിയുള്ള പിള്ളേരൊക്കെ വലിയ 45 സീറ്റ് ബസ്സിലൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടൊരു കാറിൽ വരും. എക്സാം ദിവസത്തിൽ സ്കൂളിൽ പഠിക്കണം.
ഞാൻ എന്താ ചെയ്യാറ്? ഞാൻ എക്സാമിന് മുമ്പ് ക്ലാസ്സിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പോയി. ക്ലാസ്സിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പോയി. ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ടോപ്പർ എന്നൊക്കെ പറയും. അവൻ്റെ അടുത്ത് പോയിരിക്കും. ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കും, പാടത്തിന് സമ്മറി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവൻ്റെ ആ പഠിക്കുന്ന കുട്ടിയായിരുന്നു അവൻ്റെ സമ്മറി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കണതിൻ്റെ അർത്ഥം സെയിം ഈക്വലൻ്റാ പറഞ്ഞത് നമ്മൾ കേട്ട് കഴിഞ്ഞു. അതൊക്കെ ഒരു പരിശീലനം. നിനക്ക് അങ്ങനെ നമുക്കൊരു കുട്ടിയുണ്ട് നവീന പേര് ഫുൾ ടൈം പഠിപ്പിച്ചു അവന് എയിംസിൽ കിട്ടണം. അവനോട് ഞാൻ ഫിസിക്സ് മറ്റേ എന്താ ഗ്രാവിറ്റി ഇല്ലേ ന്യൂട്ടന്റെ ലോ ബിലോ ദി എർത്ത് സർഫേസ് ചോദിച്ചത് അവനോട്. അത് പറഞ്ഞു, ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറഞ്ഞു, ഓപ്റ്റിക്സ് വരെ പറഞ്ഞു. ലാസ്റ്റ് ഏതാണ് തന്നെ പോയത് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യില്ലേ സെൻട്രലിലെ ഗ്രാവിറ്റി 0. പഠിപ്പിച്ചതൊക്കെ പേടിച്ചപ്പോഴായിരുന്നു.